ചേർത്തല തിരോധാന കേസുകളിൽ നിർണായക തെളിവുകൾ ലഭിച്ചെങ്കിലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇനിയും കടമ്പകളേറെയാണ്. കൊല്ലപ്പെട്ടത് ജൈനമ്മയോ ബിന്ദുവോ ഐഷയോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. DNA പരിശോധനാ ഫലമാണ് ഇനി കേസിൽ നിർണായകം. ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യൻ സഹകരിക്കാതിരുന്നിട്ടും തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത് അന്വേഷണ സംഘത്തിന്റെ കഴിവ് തന്നെ. എന്നാൽ കൊല്ലപ്പെട്ടത് ജൈനമ്മയോ ബിന്ദുവോ സിന്ധുവോ ഐഷയോ എന്ന ചോദ്യം ഇനിയും നിലനിൽക്കുകയാണ്. നാലു ദിവസം മാറി മാറി ചോദ്യം ചെയ്തിട്ടും അന്വേഷണത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലായിരുന്നു സെബാസ്റ്റ്യന്റെ മറുപടി. പ്രതിയുടെ ശാരീരിക അവശതകളും ക്രൈംബ്രാഞ്ചിന് വെല്ലുവിളിയായിരുന്നു. ചോദ്യം ചെയ്യൽ ഗുണം ചെയ്യാത്ത സാഹചര്യത്തിലാണ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുള്ള അന്വേഷണം. നിലവിൽ ലഭിച്ച തെളിവുകൾ അന്വേഷണത്തിലേറെ ഗുണം ചെയ്യുന്നതാണ്. വരും ദിവസങ്ങളിൽ ലഭിച്ച തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാവും സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുക. അതേസമയം കൊല്ലപ്പെട്ടത് ആരെന്ന് കണ്ടെത്താൻ DNA പരിശോധനാ ഫലവും നിർണായകമാണ്. നിലവിൽ ജൈനമ്മയുടെയും ബിന്ദുവിന്റെയും ഐഷയുടെയും ബന്ധുക്കളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ DNA പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ലഭിച്ച അസ്ഥികൾ ജൈനമ്മയുടേത് മാത്രമല്ലെന്ന് തെളിഞ്ഞാൽ വിവിധ കേസുകളെ ഒന്നിച്ചന്വേഷിക്കാനായിരിക്കും ക്രൈംബ്രാഞ്ച് നീങ്ങുക. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്. ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ.